ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിവരം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, വിവരം ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ അല്പജ്ഞാനം എന്ന് പറയുന്നത് വലിയ ആപത്താണ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? നമ്മുടെ നാട്ടിൽ നിന്നുള്ള ചില മാധ്യമപ്രവർത്തകരുടെ തന്നെ ആ സ്ഥലത്തുണ്ടായിരുന്ന ബിഹേവിയർ എന്ന് പറയുന്നത് മറ്റാരും അത് ഒരു റിവ്യൂവിന് വിധേയമാക്കിയില്ല എങ്കിലും അവരുടെ സ്ഥാപനങ്ങൾ തന്നെ അത് ചെയ്യേണ്ടതാണ്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നമ്മൾ അവിടെ കോൺഫ്രണ്ടേഷണൽ മോഡിലേക്ക് പോകേണ്ടുന്ന ഒരു കാര്യമല്ല. മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഈ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുകയാണ്. സത്യമായിട്ട് തന്നെ അന്വേഷിച്ചുള്ള വരവ് തന്നെയാ, വരവ് കണ്ടറിയാം. അല്ലാതെ അവിടെ പോയി അവിടെയുള്ള ആൾക്കാരോടെല്ലാം തട്ടിക്കയറി SP എപ്പോൾ വരും, കളക്ടർ എപ്പോൾ വരും, എന്നോട് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ, എന്നോട് പറഞ്ഞിട്ട് 15 മിനിറ്റ് ആയല്ലോ, എന്നിട്ട് ആരും വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺഫ്രണ്ടേഷണൽ മോഡിലേക്കൊക്കെ പോവുകയാണ് എങ്കിൽ അവർ തന്നെ അതിനെ ഏത് രീതിയിലേക്കാണ് സ്പെക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ആലോചിച്ച് നോക്കുക. മറ്റൊരു സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് അവരുടെ ആളിനെ രക്ഷപ്പെടുത്തുന്നതിന് നമ്മൾ കാര്യമായി ഇടപെടുന്നില്ല എന്ന രീതിയിലത്തേക്ക് പറയുകയും അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ, അതൊരു വാർത്തയായിട്ട് വരികയും ചെയ്യുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഓൾറെഡി ഉള്ള പ്രഷറിന് പുറത്തേക്ക് അനാവശ്യമായിട്ടുള്ള പ്രഷർ ഉണ്ടാക്കുന്നു. ഇത് എന്റെ ഒരു നമ്പറാ, അതിൽ വേണ്ട തെണ്ടി. തെറ്റായ ഒരുപാട് വിവരങ്ങൾ ഈ പറഞ്ഞതുപോലെ ഫോൺ റിംഗ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വണ്ടിയുടെ GPS ഓൺ ആയിരിക്കുന്നത്, വണ്ടിയുടെ എഞ്ചിൻ ഓൺ ആയിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള വിവരങ്ങൾ വരുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ആധികാരികമായിട്ട് വെരിഫൈ ചെയ്യുന്നതിന് പോലും തയ്യാറാകാതെ അതിനെ ആംപ്ലിഫൈ ചെയ്യുകയാണ്. പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ആ തിയേറ്ററിന്റെ മുന്നിൽ നിന്ന് ചിലർ നടത്തുന്ന സിനിമ റിവ്യൂ പോലെയുണ്ട്. പടം കണ്ടതാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ കുറേയധികം അഭിപ്രായം അവർ പറയുന്നു. അതേപോലെ അല്ല മാധ്യമപ്രവർത്തനം നടത്തേണ്ടത്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.